ഇന്നലെ വീട് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നത് കൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. മിനിഞ്ഞാന്ന് വൈകിട്ട് എടുത്തു വെച്ചൊരു വീഡിയോ ഇപ്പോൾ ഇന്നങ്ങ് ഇട്ടേക്കാന്ന് വെച്ചു. പൂന്തോട്ടത്തിനോടും ചെടികളോടും ഇഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞാലും മുറ്റം കുത്തി നിറച്ച് പ്ലാന്റ്സ് വെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇവിടെയെന്ന് വെച്ചാൽ മുറ്റമൊക്കെ അത്യാവശ്യമുണ്ട്. ഇപ്പം മുറ്റത്തിൻ്റെ ഷേപ്പ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കാണിക്കുന്ന രീതിയിൽ പ്ലാന്റ്സ് വെക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ തുടങ്ങിയിട്ടുള്ളവർക്കറിയാം ആവശ്യത്തിനുള്ള ചെടിയായി ഇനിയും ഉള്ളതിനെ നല്ലപോലെ വളർത്തിയെടുക്കാം എന്നൊക്കെ ഓർത്തെങ്കിലും മറ്റ് ചെടികളൊക്കെ കാണുമ്പം എന്നാൽ ഇതൊന്ന് വെച്ച് നോക്കിയാലോ എന്ന് നമുക്ക് തോന്നിപ്പോവും. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞേ. ഇത് ചെയ്ത് ചെയ്ത് നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ ഒരു ഭാഗമായി മാറുമ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ഐഡിയകൾ വരും. റെഡ് തെറ്റിയില്ലേ, അതുപോലത്തെ ഒരു പൂ തരുന്ന ഒരു ചെടിയായത്. പേരും നാളൊന്നും എനിക്കറിയത്തില്ല. ഇതിന്റെ ഭാഗത്ത് മാത്രമേ ഇലകളുള്ളൂ, താഴോട്ട് ഇല ഒട്ടും ഇല്ല. പൂൺ ചെയ്ത് വിട്ടാൽ ചിലപ്പോൾ അങ്ങ് ശരിയാവുമായിരിക്കും. ഇതെല്ലാം ഞാൻ അടുത്തായിട്ട് ഉണ്ടാക്കിയെടുത്ത സെറ്റപ്പ് ആയതുകൊണ്ട് ഇവരെല്ലാവരും ഒന്ന് വളർന്ന് ബുഷിയായിട്ട് വരുമ്പോൾ മാത്രമേ ഞാൻ ഉദ്ദേശിച്ച ഭംഗി ഇതിന് കിട്ടുകയുള്ളൂ. ഇതൊരു ഗാർഡൻ ആണെന്ന് എനിക്ക് തന്നെ തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ കല്ലൊക്കെ പറക്കി ഇട്ടേക്കുന്നത്. നമ്മുടെ ഒരു ലോക്കൽ സെറ്റപ്പിൽ ഇതൊക്കെ ധാരാളമാണല്ലോ. കഥ പറഞ്ഞുകൊണ്ടിരുന്ന ആദ്യം നട്ടുവെച്ച വിംഗർ ഹൗസിനെ പറ്റി ഒരു നല്ല വാക്ക് പോലും ഞാൻ പറഞ്ഞില്ല. അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ ആൾക്ക് നല്ല ഫാൻസ് ഒക്കെ ഉള്ളതല്ലേ. പിന്നെന്തോന്നു, ഹോസ് വഴി വെള്ളം ഒഴിക്കുന്ന നല്ല രസമുള്ള പരിപാടിയാണേലും പൈപ്പിൽ നിന്ന് വിട്ടു പോകുമ്പോൾ കയറ്റി വെച്ച് ക്ഷീണിച്ചു. അപ്പം അത്രേ ഉള്ളൂ. ബായ്.